السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ആദരണീയരായ പണ്ഡിതന്മാർ, കിതാബുൽ ജനായിസ് മയ്യത്തു പരിപാലനം പാർട്ട് 18. മയ്യത്തിനെ കഫൻ ചെയ്യുന്നതാണ് പറഞ്ഞു വന്നത്. കഫൻ ചെയ്യൽ പൂർണ്ണമായ ശേഷം മയ്യത്തിനെ കെട്ടണം. എത്ര കെട്ടാണ് മയ്യത്തിൽ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു കണ്ടിട്ടില്ല. സാധാരണ കെട്ടി വരാറുള്ളത് 3 കെട്ടാണ്. തലയുടെ ഭാഗത്ത്, നടുഭാഗത്ത്, കാലിന്റെ ഭാഗത്ത്. ഇത്രയും കെട്ടുകൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മയ്യത്തു കഫൻ ചെയ്യൽ കഴിഞ്ഞാൽ പിന്നെ അതിനെ മയ്യത്തു കട്ടിലിലേക്ക് വെച്ചുകൊണ്ട് അതിനെ മൂടണം. ഈ മയ്യത്തു കട്ടിലേക്ക് മയ്യത്തിനെ കിടത്തേണ്ടത് പുരുഷ മയ്യത്താവുമ്പോൾ പുരുഷന്മാർ അക്കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീ മയ്യത്താവുമ്പോൾ സ്ത്രീകളാണ് അക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. അൽ ഉൻസ അഹഖു ബിൽ ഉൻസ ഫി 4 മവാദിഅ. സ്ത്രീ മയ്യത്തുകൊണ്ട് സ്ത്രീയാണ് കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് 4 സ്ഥലങ്ങളിൽ. ഒന്ന്, ഹംലുഹ മിൻ മഹല്ലി മൗതിഹാ ഇലൽ മുഗ്തസൽ. മരണപ്പെട്ട് മയ്യത്തിനെ കടത്തിയ ആ സ്ഥലത്തിൽ നിന്ന് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകൽ. വഹംലുഹ മിന്നു ഇലാ വദ്ഇഹാ ഫിന്നാശി. ആ കുളിപ്പിച്ച സ്ഥലത്തിൽ നിന്ന് പിന്നെ മയ്യത്തു കട്ടിലിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ചുമക്കലും. പിന്നെ വഹംലുഹ മിന്നു ഇലാ തസ്ലീമിഹ ലിമൻ ഫിൽ ഖബരി. ഈ കട്ടിലിൽ നിന്ന് ഖബറിലുള്ളവരിലേക്ക് മയ്യത്തിനെ ഏൽപ്പിക്കുമ്പോൾ ആ ചുമക്കലും. സ്ത്രീ മയ്യത്താകുമ്പോൾ സ്ത്രീകളാണ് അതിന് അർഹതപ്പെട്ടത്. അതുപോലെ വഹല്ലു ശദാദിഹ ഫീഹി, ഖബറിൽ വെച്ചുകൊണ്ട് മയ്യത്തിന്റെ കെട്ടഴിക്കലും അർഹത കൂടുതൽ അവർക്കാണ് സ്ത്രീ മയ്യത്താവുമ്പോൾ. വഫിൽ ആഖിറത്തൈനി മശഖത്തുൻ. അവസാനം പറഞ്ഞ 2 കാര്യത്തിൽ ഖബറിലുള്ളവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചുമന്നു കൊണ്ടുപോവുക, ഖബറിൽ വെച്ചുകൊണ്ട് കെട്ടഴിക്കുക, ഇക്കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ചെയ്യുന്നതിൽ പ്രയാസമുണ്ട്. വലിദാ കാനൽ അമലു അലാ ഖിലാഫിഹിമ. ഇതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളും ചെയ്തു വരുന്നത് ഈ പറഞ്ഞതിന് എതിരാണ്. സ്ത്രീകളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് എതിരാണ്. പുരുഷന്മാരാണ് അത് ചെയ്തു വരുന്നത്. മയ്യത്തെടുക്കുന്ന സമയത്ത് യാസീനും അനുബന്ധ സൂറത്തുകളും പാരായണം ചെയ്ത് ദുആ ചെയ്യുന്ന നല്ല ഒരു വഴക്കം നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഈ സമയത്ത് മയ്യത്ത് പുറത്തേക്ക് വെക്കണം, അതിന്റെ ശേഷമേ ഇതൊക്കെ ചെയ്യാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ചില സ്ഥലങ്ങളെങ്കിലും ഉണ്ട്. മയ്യത്തിന്റെ അരികിൽ ഖുർആൻ പാരായണം നടക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും എന്നുള്ളത് ഒരു വസ്തുതയാണ്. മയ്യത്ത് അകത്ത് കിടക്കുമ്പോൾ അവിടെയും
കൂടി നിൽക്കുന്ന ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പുറത്തേക്കെടുത്ത ശേഷമേ ഇക്കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് വാശി പിടിക്കേണ്ടതില്ല. അകത്തായാലും വിരോധമൊന്നുമില്ല. അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി മയ്യത്തിനെ പുറത്തേക്കെടുത്ത് കടത്തുമ്പോൾ നമ്മുടെ നാടുകളിൽ മയ്യത്തിനെ വടക്കോട്ട് തല വെച്ച് കാല് തെക്കോട്ട് വരുന്ന വിധം കടത്താനും ചിലരൊക്കെ വാശി പിടിക്കാറുണ്ട്. മയ്യത്തിനെ മരിച്ചാൽ കടത്തുന്ന രീതി നമ്മൾ മനസ്സിലാക്കിയതാണ്. പൂർണ്ണമായും ചെരിച്ച് കിടത്തുമ്പോൾ വലതുഭാഗത്തിന്റെ മേൽ പൂർണ്ണമായി ചെരിച്ച് കിടത്തുകയാണെങ്കിൽ ഈ പറയപ്പെട്ട വിധം വടക്കോട്ട് തലയും തെക്കോട്ട് കാലും വരുന്ന രീതിയിൽ നമ്മുടെ നാടുകളിൽ കിടത്തണം. അങ്ങനെയാണ് കിടത്തേണ്ടത്. അതൊക്കെ പ്രയാസമായതുകൊണ്ട് മരണാസന്നനെയും മരണപ്പെട്ട ശേഷവും നമ്മൾ കിടത്താറുള്ളത് മലർത്തി കിടത്തി തല കിഴക്കോട്ടും കാല് പടിഞ്ഞാറോട്ടും വെച്ചുകൊണ്ടുള്ള കിടത്തമാണ്. മുഖം അതുപോലെ തന്നെ ഉള്ളംകാൽ ഇവ തിബിലക്ക് നേരെ ആയിക്കൊണ്ടുള്ള കിടത്തത്തിന് ഇതാണ് അനുയോജ്യവും. ഈ രീതിയിൽ തന്നെയാണ് ഈ ദുആ ചെയ്യാൻ വേണ്ടി മയ്യത്തിനെ വെക്കുമ്പോഴും ചെയ്യേണ്ടത്. കാരണം അവിടെയും ചെരിച്ചല്ല മയ്യത്തിനെ കടത്തിയിട്ടുള്ളത്, മലർത്തി തന്നെയാണ്. അപ്പൊ മുഖം അതുപോലെ തന്നെ ഉള്ളംകാൽ കിബിലക്ക് നേരെ വരുന്ന വിധം കിടത്തണമെങ്കിൽ ഈ മലർത്തി കിടത്തിയ അവസ്ഥയിൽ ആകുമ്പോൾ തല കിഴക്കോട്ടും കാല് പടിഞ്ഞാറോട്ടുമാക്കി കിടത്തിയാലാണ് സാധ്യമാവുക. അതാണ് കൂടുതൽ കരണീയം എന്ന് മനസ്സിലാകുന്നു. അല്ലാഹു അഅലം ബിസ്സവാബ്. നമസ്കാരത്തിന് വേണ്ടി മയ്യത്തിനെ വെക്കേണ്ട രീതി അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കും. മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിനെ ഒരു വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്കാറുണ്ട്. അത് സുന്നത്താണ്. എന്നാൽ ഈ മയ്യത്തും കട്ടിലിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? വയുസന്നു സത്റുൽ ഖബരി ബിസൗബിൻ ഇൻദ ദഫിനി. മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിനെ ഒരു വസ്ത്രം കൊണ്ട് മറക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതിന്റെ മഫ്ഹൂമുഹു, അത് മനസ്സിലാക്കി തരുന്നത് അന്നഹു ലാ യുൻദബു ദാലിക ഇൻദ വദ്ഇഹി അലന്നാശി. മയ്യത്തിനെ ഈ കട്ടിലിന്റെ മേൽ കടത്തുമ്പോൾ, മയ്യത്തും കട്ടിലിന്റെ മേൽ വെക്കുന്ന സമയത്ത് അത് സുന്നത്തില്ല അങ്ങനെ വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്കൽ. വയംബഗി അൻ യകൂന മുബാഹൻ ഐ സത്റുഹു ഹാല വദ്ഇഹി അലന്നാശി മുബാഹുൻ. ആ മയ്യത്തും കട്ടിലിന്റെ മേൽ മയ്യത്തിനെ വെക്കുന്ന ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്കൽ അത് മുബാഹാണ്, പ്രത്യേക സുന്നത്തില്ല. വൈങ്കാന യുന്തബു സത്രുഹു ബഅദദാലിക. ശേഷം ഈ കട്ടിലിനെ ഒരു വസ്ത്രം കൊണ്ട് മറക്കൽ സുന്നത്തുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഈ കട്ടിലിലേക്ക് വെക്കാൻ വേണ്ടി ഒരു വസ്ത്രം കൊണ്ട് മറച്ചു പിടിക്കൽ പ്രത്യേകം സുന്നത്തൊന്നും ഇല്ല. ബുജൈരിമി അലാ ശറഹിൽ മൻഹജ് 1491 ഉദ്ധരിച്ചിട്ടുണ്ട്. മയ്യത്തിനെ കട്ടിലിൽ വെച്ചുകൊണ്ട് മൂടൽ അത് നല്ലതാണ്, പ്രത്യേകിച്ച് സ്ത്രീ മയ്യത്തുകളാകുമ്പോൾ. വയുന്തബു ലിൽ മർഅത്തി മാ യസ്തുറുഹ. ബുജൈരിമിയിൽ നിന്ന് ഉദ്ധരിച്ചത് അത് ഏതു മയ്യത്താകുമ്പോഴും കട്ടിലിന്റെ മേൽ ഒരു തുണി കൊണ്ട് മൂടൽ സുന്നത്തുണ്ട് എന്നാണ്, മയ്യത്ത് വെച്ച ശേഷം. ഇപ്പറയുന്നത് സ്ത്രീ മയ്യത്താകുമ്പോൾ
ആ സ്ത്രീ മയ്യത്തിനെ മറക്കൽ സുന്നത്താണ്. മറക്കുന്ന ഒന്ന് പ്രത്യേകം സുന്നത്താണ്. ഏതുപോലെയൊക്കെ താബൂത്തിൽ, താബൂത്ത് എന്ന് പറഞ്ഞാൽ യാനി കുബത്തൻ മുഖത്താത്തൻ, മൂടിയ ഒരു പല്ലക്ക് പോലെ, മൂടിയ പല്ലക്ക്. താബൂത്ത് എന്ന് പറഞ്ഞാൽ വഹുവ സരീറുൻ ഫൗഖഹു ഖൈമത്തുൻ, ഖൈമത്തുൻ ഒരു കട്ടിൽ, ആ കട്ടിലിന്റെ മേലെ ഹൈമയുണ്ട്, തമ്പുണ്ട്. ഔ കുബ്ബത്തുൻ അതല്ലെങ്കിൽ പല്ലക്കുണ്ട് മേലെ, കുബ്ബ. ഔ മികബ്ബത്തുൻ അതല്ലെങ്കിൽ അതിന്റെ മേലെ കമഴ്ത്തുന്ന ഒരു മൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളത്. ഇനി താബൂത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തിൽ മയ്യത്ത്, സരീറുൽ മയ്യത്ത് എന്നാണ് അതിന്റെ അർത്ഥമെങ്കിലും വൽ മുറാദു ബിഹി, ഇവിടെ താബൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുബ്ബത്തു വൽ ഖൈമത്തു വൽ മികബ്ബത്തുൽ മദ്കൂറാത്തു, മേൽ പറയപ്പെട്ട കുബ്ബ, ഖൈമ, മികബ്ബത്ത് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഉദ്ദേശമാണ് ഇവിടെ താബൂത്ത് കൊണ്ടുള്ളത്. വൽ മികബ്ബത്തു ഹിയൽ മഅറൂഫത്തുൽ ആന, മികബ്ബത്ത് എന്നുള്ളത് ഇപ്പോ അറിയപ്പെട്ട ആ മൂടി, അതാണ് കമഴ്ത്തി വെക്കുന്ന മൂടി എന്ന് ഇതിനെ കല്ലൂബി 1-346 വിശദീകരിച്ചിട്ടുണ്ട്. ലി അന്നഹു അസ്തറുലഹ, ഇങ്ങനെ ഈ മയ്യത്ത് കട്ടിലിൽ വെച്ച ശേഷം അതിന്റെ മേലെ തമ്പ്, പല്ലക്ക് അതല്ലെങ്കിൽ കമഴ്ത്തുന്ന മൂടി എന്നിവ കൊണ്ട് മറക്കുക എന്നുള്ളത് സ്ത്രീ മയ്യത്താവുമ്പോൾ അവളെ കൂടുതൽ മറക്കാൻ അത് ഉപകരിക്കുന്നതാണ്. മയ്യത്ത് കട്ടിലിന്റെ മേൽ, പുരുഷ മയ്യത്തിന്റെ മേലും ഒരു തുണി കൊണ്ട് മൂടൽ സുന്നത്താണ് എന്ന് ബുജൈരിമിയുടെ 1491 ഇബാറത്ത് വായിച്ചു. ഇപ്പൊ ഈ പറഞ്ഞത് സ്ത്രീ മയ്യത്താവുമ്പോൾ അവളെ കൂടുതൽ ഒരു മറക്കണം എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് ഈ കട്ടിലിന്റെ മേലെ ഒരു കുബ്ബ, പല്ലക്ക് വെച്ചുകൊണ്ട് മറക്കുക, അതല്ലെങ്കിൽ തമ്പ് കെട്ടി മറക്കുക, അതല്ലെങ്കിൽ കമഴ്ത്തുന്ന മൂടി കൊണ്ട് മൂടിയിട്ട് മറക്കുക. കാരണം അത് കൂടുതൽ അവളെ മറക്കാൻ ഉപകരിക്കുന്നതാണ് എന്ന നിലക്ക് പറഞ്ഞത്. ഈ സ്ത്രീയെ പോലെ തന്നെയാണ് ഹുൻസയും. ആ ഹുൻസ മയ്യത്തിന്റെയും കട്ടിലിനെ ഈ സ്ത്രീ മയ്യത്തിന്റെ കട്ടിലിന്റെ കാര്യം പറഞ്ഞതുപോലെ പ്രത്യേകം മറക്കണം. ഈ മികബ്ബത്ത് എന്ന് പറഞ്ഞാൽ കമഴ്ത്തുന്ന മൂടി വെച്ചാൽ വഅന്നഹ തുഗത്താബി സൗബിൻ, അതിനെയും ഒരു വസ്ത്രം കൊണ്ട് മൂടപ്പെടണം എന്ന് മഹല്ലി 1-346 വിവരിച്ചിട്ടുണ്ട്. ഈ കട്ടിലിന്റെ മേൽ പ്രത്യേകമായ മൂടി വേണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് അത് നിർവഹിച്ചത് വവ്വലുമൻ കുത്തിയ നാശുഹ, മയ്യത്തും കട്ടിലിനെ ആദ്യമായി മൂടപ്പെട്ടവർ ഫിൽ ഇസ്ലാമി കമാ ഖാലഹു ഇബ്നു അബ്ദുൽ ബരി, ദീനുൽ ഇസ്ലാമില് ആദ്യമായി നിർവഹിക്കപ്പെട്ടത് ഫാത്തിമത്തു ബിന്ദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമ ബീവിയാണ്. കാരണം അന്ന ഫാത്തിമത്ത ബിന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസത്ത് അൻ യുത്തഖദ ലഹ ദാലിക, അങ്ങനെ ഒന്നും ഉണ്ടാക്കപ്പെടാൻ വേണ്ടി അവർ വസിയത്ത് ചെയ്തു എന്നാണ്. ഫഫഅലു, അങ്ങനെ അതിനെ സ്വഹാബത്ത് ചെയ്തു. സുമ്മ ബഅദ, ഫാത്തിമ ബീവിക്ക് ശേഷം സൈനബു ബിന്ദു ജഹഷാണ് ഉമ്മുൽ മുഅ്മിനീൻ, സൈനബ ബീവിയാണ്. വകാനത്ത് റഅത്ഹു ബിൽ ഹബശത്തി, മഹദിയായ സൈനബ ബീവി ഹബശയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മയ്യത്തുകളെ, സ്ത്രീ മയ്യത്തുകളെ പ്രത്യേകമായി കട്ടിലിന്റെ മേൽ ഒരു കൂടാരൊക്കെ വെച്ച് നല്ലോണം മറച്ചു കൊണ്ടുപോകുന്നവർ കണ്ടിട്ടുണ്ട്. ലമ്മ ഹാജറത്ത്, അവര് ഹിജറ പോയപ്പോ ഹബശയിലേക്ക്,
വൗസത്ത് ബിഹി, അവരതുകൊണ്ട് വസിയത്തും ചെയ്തു എന്നാണ്. തന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇപ്രകാരം ചെയ്യണം എന്ന്. ഫാത്തിമ ബീവിയും അങ്ങനെ ജീവിതകാലത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, വസിയത്ത് ചെയ്തു എന്നാണല്ലോ ഈ പറഞ്ഞത്. തുഹഫ ഷെർവാനി സഹിതം 3186, ഷർഹുൽ മൻഹജ് 2166, ബുഷ്റൽ കരീം 2399, ഖല്ലൂബി 1346. അപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഏതു മയ്യത്തിന്റെയും ആ മയ്യത്ത് കട്ടിലിന്റെ മേൽ മൂടി ഉണ്ടാവാറുണ്ട്. അതിന്റെ മുകളിൽ വസ്ത്രമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നുകൊണ്ട് മൂടിയിട്ടും ഉണ്ടാവാറുണ്ട്. അത് വളരെ നല്ലതുമാണ്. മയ്യത്തിനെ ആടി ഉലയാത്ത വിധത്തിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതിന് വയുഹമ്മലു അലാ സരീരിൻ, ഒരു കട്ടിലിന്റെ മേൽ മയ്യത്തിനെ ചുമക്കപ്പെടണം. ഔ ലൗഹിൻ, അതല്ലെങ്കിൽ ഒരു പലകയുടെ മേലായിട്ട്. ഔ മഹമിലിൻ, അതല്ലെങ്കിൽ ശവമഞ്ചത്തിന്റെ മേലായിക്കൊണ്ട്. വയ്യുഷൈൻ ഹുമില അലൈഹി, ഏതൊരു വസ്തു അതിന്റെ മേൽ മയ്യത്തിനെ വെച്ച് ചുമക്കപ്പെട്ടാൽ അജ്സഅ, മതിയാവും. ഐ കഫാ ഫി സുഖൂത്തി തലബി, ആ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോവുക എന്ന തേട്ടം ഒഴിവാകാൻ ഏതിന്റെ മേൽ വെച്ച് കൊണ്ടുപോയാലും മതിയാകും. ഖാലഹുൽ മജ്മൂഅ്. വശറത്തു ജവാസിഹി, ഇങ്ങനെ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകൽ ജായിസാകാനുള്ള ഒരു നിബന്ധന അല്ല യക്കുനൽ ഹംലു, ഈ മയ്യത്തിനെ ചുമക്കൽ ആകാൻ പാടില്ല അലാ ഹൈഅത്തിൻ മസ്രിയത്തിൽ, മയ്യത്തിനെ നിസ്സാരപ്പെടുത്തുന്ന, അവഹേളിക്കപ്പെടുന്ന, നിസ്സാരമാക്കപ്പെടുന്ന വിധത്തിൽ ആവാൻ പാടില്ല മയ്യത്തിനെ ചുമക്കൽ. വമിൻഹു ഹംലുഹു അലാ മാ ലാ യലീഖു ബിഹി, ആ മയ്യത്തിനോട് യോജിക്കാത്ത ഒന്നിന്റെ മേലായിക്കൊണ്ട് ചുമക്കൽ ഈ മയ്യത്തിനെ അവഹേളിക്കപ്പെടുന്ന ആ ഗണത്തിലുള്ള ചുമക്കുന്നതിൽ പെട്ടതാണ്. കഹംലിഹി ഫി റിറാറത്തിൻ, ഈ നിസ്സാരമാക്കപ്പെടുന്ന വിധം ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് വയഹറുമു ഹംലുൽ മയ്യത്തി ബി ഹൈഅത്തിൻ മസ്രിയത്തിൻ എന്നാണ്. മയ്യത്തിനെ അവഹേളിക്കപ്പെടുന്ന വിധത്തിൽ ചുമക്കൽ ഹറാമാണ്. കഹംലിഹി ഫി റിറാറത്തിൻ, റിറാറത്തിൽ ആയിക്കൊണ്ട് ചുമക്കുക എന്ന് പറഞ്ഞാൽ ചാക്കിലോ സെഞ്ചിലോ ഒക്കെ ആയിട്ട് മയ്യത്തിനെ ചുമക്കുക. ഔ കുഫത്തിൻ, അതല്ലെങ്കിൽ ഓലവട്ടി, ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ട, വട്ടി എന്നൊക്കെ പറയും, അതിലായിക്കൊണ്ട് ചുമക്കുക. ഔ ബി ഹൈഅത്തിൻ യുഖ്ഷാ സുഖൂതുഹു മിൻഹ, അതല്ലെങ്കിൽ താഴെ വീഴുമെന്ന് ഭയപ്പെടാവുന്ന ഒരു രൂപത്തിൽ ചുമക്കുക, അത് പാടില്ല. അപ്പോ ചുമക്കേണ്ടത് ഈ മേൽ പറയപ്പെട്ട ഏതെങ്കിലും പലകയോ കട്ടിലോ ശവമഞ്ചോ, അങ്ങനെ മയ്യത്ത് ആടി ഉലയാത്ത വിധം, അതോടൊപ്പം മയ്യത്തിനെ നിസ്സാരമാക്കപ്പെടാത്ത, അവഹേളിക്കപ്പെടാത്ത വിധത്തിലാവണം മയ്യത്തിനെ ചുമക്കേണ്ടത്. فإن خيف تغيره وانفجاره قبل أن يهيأ له ما يحمل عليه, ഇനി മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകാൻ സൗകര്യപ്പെടുമാറുള്ള ഒന്നിനെ തയ്യാറാക്കപ്പെടുന്നതിന്റെ മുമ്പ് മയ്യത്ത് പകർച്ചയാകും, പൊട്ടി ഒലിക്കുമെന്നൊക്കെ പേടിക്കപ്പെട്ടാൽ അവിടെ ഫലാബഹ്സൻ യുഹ്മല അലൽ ഐദി വർരിഖാബി, അപ്പോ പിന്നെ കൈകളുടെ മേലും പരടികളുടെ മേലും ഒക്കെ ചുമക്കുന്നതിന് വിരോധമില്ല. ഹത്താ യൂസല ഇലൽ ഖബരി, ഖബറിലേക്ക് മയ്യത്തിനെ ചേർക്കപ്പെടുന്നത് വരെ അങ്ങനെ ചുമക്കുന്നതിന് വിരോധമില്ല. കാരണം അവിടെ മയ്യത്ത് പൊട്ടി പകർച്ച വന്ന് നാശമാകുക എന്നുള്ളത് ഒരു ഗുരുതരമായ ഒരു സാഹചര്യമായതുകൊണ്ട്. അപ്പോ സാധാരണഗതിയിൽ ചുമലിലും കയ്യിലും ഒക്കെ ആയി ചുമക്കുക എന്നുള്ളത് അത്ര ഒരു നല്ല ഏർപ്പാടല്ല.
അത് ഹറാമാണെന്ന് പറയാം. നിസ്സാരമാക്കപ്പെടുന്ന അവഹേളിക്കപ്പെടുന്ന വിധത്തിൽ ചുമക്കൽ ഹറാമാണെന്ന് പറഞ്ഞതിന് കൊടുത്ത ഒന്ന് വക്ക ഹംലി കബീരിൻ അലാ നഹവി യദിൻ ഔ കത്തിഫിൻ എന്നാണ്. വലിയ ഒരു മയ്യത്തിനെ കൈ പോലോത്തതിന്റെ മേലോ പെരടി പോലോത്തതിന്റെ മേലോ ഒക്കെ ചുമക്കും പോലെ, അതുപോലെ വീഴുമെന്ന് പേടിക്കപ്പെടുന്ന ആ രൂപത്തിലും ചുമക്കുക. കാരണം അന്നഹു തരീമുല്ലി ഇഹാനത്തി, ആ മയ്യത്തിനെ നിസ്സാരമാക്കൽ കൊള്ള ഒഴിവാക്കലാണത്. അപ്പൊ ഇവിടെ മയ്യത്ത് പകർച്ചയാകും എന്ന് ഒരു വലപത്തുതന്നെ ഉണ്ടെങ്കിൽ മാത്രം കൈകളുടെ മേലോ പെരടിയുടെ ചുമലിലോ ഒക്കെ ആയി കൊണ്ടുപോകാൻ പറ്റും, വിരോധമില്ല. എന്നാൽ വലാബസഫി തുഫിരി, ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ അതിനെ ചുമക്കൽ കൊണ്ട് കുഴപ്പമില്ല. ബി ഹംലിഹി അലൽ ഐദി, കൈകളുടെ മേൽ ചുമക്കൽ കൊണ്ട് കുഴപ്പമില്ല. മുത്തലഫൻ, അവിടെ ഈ ദഅത്ത് ഹാജത്തുൻ ദാലിക്കല്ല, അങ്ങനെ ചുമക്കലിലേക്ക് ആവശ്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, രണ്ടായാലും വിരോധമില്ല. തുഹഫ ഷർവാനി സഹിതം 3186, ഷർവാനി 3129, ഫത്ഹുൽ അല 3195. കൈകളിൽ ചുമന്ന് കൊണ്ടുപോകരുത്, അതുപോലെ തന്നെ ചുമലിൽ വെച്ചുകൊണ്ട് ചുമന്ന് കൊണ്ടുപോകരുത്, ഹറാമാണ്. വലിയ മയ്യത്തുകളാവുമ്പോൾ, ചെറിയ കുട്ടികളാവുമ്പോഴും അങ്ങനെ തന്നെ വരുമെന്ന് ഇബ്നു ഖാസിം തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇനി വലിയവർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വയംബഗി അൻ യുറാദ ബിൽ കബീരി ഹുന, വലിയവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടൽ അത്യാവശ്യമാണ് അൽ കബീറു ബിൽ ജുസ്സത്തി, ഈ തടി കൊണ്ട് വലിയത്, വലിയ തടി. ഫനഹു ഇബ്നു അശ്രി സിനീന, അപ്പോൾ ഒരു 10 വയസ്സ് ഒക്കെ പോലെയുള്ളവർ, ഹുക്കുമുഹു ഹുക്കുമുൽ ബാലിഗി, അവർക്കുള്ള വിധി പ്രായപൂർത്തി എത്തിയവരുടെ വിധി തന്നെയാണ്. അപ്പോ ശരീരം കുറച്ച് വലിയ ശരീരമുള്ള ഒരു ജനാസയാവുമ്പോ അതിനെ ചുമലിലോ കൈകളിലോ ആയി ചുമന്നു കൊണ്ടുപോകരുത്. നേരെ മറിച്ച് ശരീരം ചെറിയതൊക്കെ ആണെങ്കിൽ അപ്പോ കൈകളിലോ ചുമലിലോ ഒക്കെ ചുമന്നു കൊണ്ടുപോയത് കൊണ്ട് വിരോധമില്ല എന്നാണ് ഈ പറഞ്ഞത്. ഷർവാനി, മയ്യത്തിനെ ചുമക്കൽ പുണ്യകരമായ ഒരു വിഷയമാണ്. അത് മോശപ്പെട്ട ഒരു കാര്യം അല്ല. മയ്യത്തിനെ ചുമക്കുന്നതിൽ ഒരു നിസ്സാരത്തരം ഇല്ല. വസുഖൂത്തു മുറൂഅത്തിൻ, മുറൂഅത്ത് ഒരു മനുഷ്യന്റെ മാന്യത നഷ്ടപ്പെടലും ഇല്ല. ബൽഹുവ ബിർറുൻ വ ഇക്റാമുൻ ലിൽ മയ്യത്ത്, എങ്കിലും ഈ മയ്യത്തിനെ ചുമക്കൽ ഗുണകരമായ ഒരു വിഷയമാണ്. വ ഇക്റാമുൻ ലിൽ മയ്യത്ത്, മയ്യത്തിനെ ആദരിക്കലും കൂടിയാണ്. ഫഖദ് ഫഅലഹു ബഅദു സ്വഹാബത്തി, നിശ്ചയം ഈ മയ്യത്തിനെ ചുമക്ക എന്നുള്ളത് സ്വഹാബികളിൽ ചിലവരൊക്കെ ചെയ്തിട്ടുണ്ട്. താബിഈന, താബിഈങ്ങളിൽ പെട്ട ചിലവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലിഹംലി സഅദ് ബിൻ അബി വഖാസിൻ, സഅദ് ബിൻ അബി വഖാസ് എന്നവർ ചുമന്നിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരെ. വഹംലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചുമന്നിട്ടുണ്ട്. സഅദ് ബിൻ മുആദിൻ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ. റവാഹുമ ശാഫിഈയു ഫിൽ ഉമ്മി, ഈ രണ്ട് കാര്യത്തെയും ഇമാം ഷാഫി തങ്ങൾ തന്റെ ഉമ്മിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ അവ്വല ബിസനദിൻ സഹീഹിൻ,
ആദ്യത്തതിനെ സഹിഹായ ഒരു സനദ് കൊണ്ടാണ്, വസ്സാനിയ ബിസനദിൻ ദഈഫ്, രണ്ടാമത്തെ സംഭവത്തെ റസൂലുള്ളാഹി ചുമന്നു എന്നുള്ളതിന് ദഈഫായ ഒരു റാവികൾ മുഖേനയാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. വഖദാ ഫഅലഹു ഉസ്മാനു വഅബൂ ഹുറൈറത വഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. ഫി അംവാത്തിൻ ഹമലൂഹും, അവർ ചുമന്ന കുറെ മയ്യത്തുകളുണ്ട്. അപ്പൊ അവര് കുറെ മയ്യത്തുകളെ അവർ ചുമന്നിട്ടുണ്ട്. അസ്നൽ മത്താലിബ് അതിന്റെ ഹാഷിയ സഹിതം 310, തുഹ്ഫ 329. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചുമന്നു എന്നുള്ളത് ദഈഫായ സനദ് കൊണ്ടാണ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിഹായ മുഗ്നി ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഐൻഷീൻ തങ്ങൾ നിഹായയുടെ ഹാഷിയ അലി ബിൻ ഷംറ മൽസി തങ്ങൾ പറയുന്നു, അൽ മുത്തബാദിറു മിൻ ഹാദ, ഈ പറഞ്ഞതിൽ നിന്ന് ഉളരി വരുന്നത്, റസൂലുള്ളാഹി ചുമന്നു എന്ന് പറഞ്ഞതിൽ നിന്ന്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാശറ ഹംലഹു, റസൂലുള്ളാഹി നേർക്ക് നേരെ ആ മയ്യത്തിനെ ചുമക്കലുമായി ഇടപെട്ടു എന്ന് തന്നെയാണ്. അന്നഹു അമറ ബിഹംലിഹി, ഇനി സാധ്യതയുണ്ട് റസൂലുള്ളാഹി മയ്യത്തിനെ ചുമക്കൽ കൊണ്ട് കൽപ്പിച്ചതാണ്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ചുമക്കാൻ വേണ്ടി കൽപ്പിച്ചു. കദാലിക, ഇപ്രകാരം ഫനുസിബയിലേക്ക്, അപ്പൊ അത് റസൂലുള്ളാഹിയിലേക്ക് ചേർത്തപ്പെട്ടതാണ് എന്നും അതിന് അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. വഖാലൽ ബുജൈരിമിയു, ബുജൈരിമി പറഞ്ഞത്, ഖററ ശൈഖുനൽ ഹഫിനി അസ്സാനിയ, ശൈഖുന ഹഫിനി തങ്ങള് രണ്ടാമത്തതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്, അതിനാണ് സമ്മതിക്കുന്നത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടാണ്. വഖാല, ഇമാം ഹഫിനി തങ്ങൾ പറയുന്നു, ലം യസ്ബുത്ത് മുബാശറത്തുഹു ലിഹംലിഹാ ബിഹദീസിൻ, റസൂലുള്ളാഹി നേർക്ക് നേരെ ആ മയ്യത്തിനെ ചുമക്കലിനോട് ഇണങ്ങിച്ചേർന്നു, അതുമായി ബന്ധപ്പെട്ടു നേർക്ക് നേരെ റസൂലുള്ളാഹി ചെയ്തു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല. ബി ഹദീസിന്, ഒരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഷർവാനി 329. വലാ യഹ്മിലുൽ ജനാസത ഇല്ല റിജാൽ, ജനാസയെ പുരുഷന്മാരല്ലാതെ ചുമക്കരുത്. വൈങ്കാനത്ത് ഉൻസ, ജനാസ പെണ്ണാണെങ്കിൽ പോലും, പെണ്ണിന്റെ ജനാസയാണെങ്കിലും. കാരണം ലിദ്ദുഅഫിൻ നിസാഇ അൻ ഹംലിഹാ, സ്ത്രീകൾ മയ്യത്തിനെ ചുമക്കലിനെ തൊട്ട് ശേഷി കുറഞ്ഞവരാണ്, അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ആരോഗ്യം കുറവാണ്. മഹല്ലി 1346 മിൻഹാജ്. വഹംലുൽ ജനാസത്തി ബൈനൽ അമൂദൈനി അഫ്ളൽ, ജനാസയെ രണ്ട് ദണ്ടുകൾക്കിടയിൽ ചുമക്കൽ, അഫ്ളലു മിന തർബീഇ, അത് തർബീഇനേക്കാൾ അഫ്ളലാണ്. 4 ദണ്ടുകൾ, അതിന് 4 ആളുകൾ നിന്നുകൊണ്ടുള്ള ചുമക്കൽ. തർബീഇ എന്ന് പറഞ്ഞാൽ യഹ്മിലഹു അർബഅത്തുന്നാണ്, മയ്യത്തിൻ കട്ടില് 4 പേർ ചുമക്കുക. കുല്ലു വാഹിദിൻ ബി അമൂദിൻ, എല്ലാ ഓരോരുത്തരും ഓരോ ദണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് 2 ദണ്ടും പിന്നിലേക്ക് 2 ദണ്ടും തള്ളി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ ദണ്ടിനെയും ഓരോരുത്തരുടെ ചുമലിലാക്കി 4 പേർ. അതിനേക്കാണ് അഫ്ളല് 2 ദണ്ടുകൾക്കിടയിലായിക്കൊണ്ട് മയ്യത്തിനെ ചുമക്കുക എന്നതാണ്. ഫിൽ അസഹി ലിഫഇലി സഹാബത്തി റളിയല്ലാഹു അൻഹു ലഹു, സഹാബത്ത് അങ്ങനെ അപ്രകാരം ചെയ്തിട്ടുണ്ട്. വറദ അന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ തൊട്ട് അങ്ങനെ വന്നിട്ടുമുണ്ട്. ഈ വലഹു കൈഫിയത്താനി, 2 കൈഫിയത്ത് ഈ മയ്യത്തിനെ ചുമക്കുന്നതിനുണ്ട്.
ഇഹ്ദാഹുമാ അൻ യജ്അല റജുലുൻ വാഹിദുൻ അൽ ഖസ്ബത്തൈനി അൽ മുതഖദ്ദിമത്തൈനി മിനൻ നഅശി അലാ കത്തിഫൈഹി. ഒരു മനുഷ്യൻ ഒറ്റാൾ അവൻ ആക്കലാണ് മയ്യത്തും കട്ടിലിൽ നിന്ന് മുന്നോട്ട് തള്ളി നിൽക്കുന്ന രണ്ടു കഷ്ണം ദണ്ടിനെ, രണ്ടു ഭാഗത്തായിട്ടുള്ള ദണ്ടിനെ അലാ കത്തിഫൈഹി അവന്റെ രണ്ട് ചുമലിന്റെ മേലാക്കുക. എത്രത്തിൽ സുഹുബൈനഹുമ ഓന്റെ തല രണ്ടിന്റെയും ഇടയിലാണ്. എന്നിട്ട് വയഹമിലുൽ മുഅഖറത്തൈനി റജുലാനി പിന്നിലുള്ള രണ്ട് ദണ്ടിനെ രണ്ടാളുകൾ ചുമക്കുക. അപ്പൊ മൊത്തം മൂന്നാളുകൾ, മുന്നിൽ ഒരാള്, ആ ഒരാളുടെ രണ്ട് ദണ്ടും അവൻ രണ്ട് ചുമലിലായി. അപ്പൊ അവന്റെ തല രണ്ട് ദണ്ടുകൾക്കിടയിൽ ആയിരിക്കുന്നുണ്ടാവുക. ബാക്കിലെ പിൻഭാഗത്തുള്ള ആ രണ്ട് ദണ്ടുകളെയും ഓരോന്നിനെയും ഓരോരുത്തർ അവരുടെ ചുമലിൽ വെച്ചുകൊണ്ട് ചുമക്കുക. അങ്ങനെ മൂന്നാണ്. ഇങ്ങനെ ഒരു രൂപമുണ്ട്. പ്രധാനിയത്വമായി അഹ്മല കുല്ല ഹസബത്തിൻ ബജുൻ. രണ്ടാമത്തേത് ഓരോ ഈ ദണ്ടുകളെയും ഓരോ ആളുകൾ ചുമക്കുക. കമാഹുവൽ ഹാസിലുൽ ആനഫി ദുംയാത്ത. ദുംയാത്തിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ ഫൽ ഹാമിലൂന ഫിൽ ഊല സലാസത്തുൻ. ഒന്നാമത്തെ രൂപത്തിൽ ചുമക്കുന്ന ആളുകൾ മൂന്നായിരിക്കും. വാഹിദും മുത്തഖദ്ദിമുൻ ഒരാൾ മുന്തിയിട്ടും വസ്നാനി മുത്താഖിറാൻ രണ്ടാൾ പിന്നിട്ടും. വഫിസാനിയത്തി രണ്ടാം രൂപത്തിൽ അർബഅത്തുൻ നാലു പേരാണ്. ഇസ്നാനി മുത്തഖദ്ദിമത്താനി രണ്ടുപേര് മുമ്പിലും വസ്നാനി മുത്താഖിറാൻ രണ്ടുപേര് പിന്നിലും. വലസഹു അന്നൽ കൈഫിയത്തുൽ ഊല അഫ്ദലു മിന സാനിയത്തി മൂന്ന് പേർ ചേർന്നുകൊണ്ടുള്ള ആ ആദ്യം പറഞ്ഞ രൂപം ഉണ്ടല്ലോ അതാണ് അഫ്ദല്, അതാണ് അസഹായ അഭിപ്രായത്തിൽ അതാണ് അഫ്ദല്. പിന്നെ സാനിയത്തി നാലു പേർ ചേർന്ന് ചുമക്കുന്നതിനേക്കാണ്. വഖീല അസാനിയത്തു അഫ്ദലു. ഒരു പണ്ഡിത വീക്ഷണം രണ്ടാം രൂപമാണ്, നാലു പേർ ചേർന്നുകൊണ്ടുള്ള ചുമക്കലിന്റെ രൂപമാണ് അഫ്ദല്. വബിഹി ഖാല അബു ഹനീഫത്ത വ അഹ്മദു. അപ്രകാരം അബു ഹനീഫ തങ്ങളും അഹ്മദ് എന്നവരും പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തുൽ ഉമ്മ പേജ് 59 കാണാം. ബുസ്റൽ കരീം 2398, ഫത്ഹുൽ അലാം 3195. ഇനി അതുപോലെ തുഹഫ 3129. ഫൈൻ അജസു. ഇനി മൂന്ന് പേരും നാലു പേരും ഒക്കെ ചുമക്കാം. അത് അവര് നാലു പേർ ചുമന്നാൽ അതിനും സാധിക്കാതെ വന്നാൽ നാലു പേര് പോരാ എങ്കിൽ സിത്തത്തുന് അപ്പൊ 6 പേരാണ്. ഔ സമാനിയത്തുനി 6 പോരെങ്കിൽ അല്ലെങ്കിൽ 8 പേര്. ഔ അക്സറു അതല്ലെങ്കിൽ 8നേക്കാൾ കൂടുതൽ പേര്. അസ്ഫാൻ ഇരട്ടകളായിക്കൊണ്ട് ബി ഹസ്ബിൽ ഹാജത്തി ആവശ്യത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് ഇരട്ടകളായിട്ടാണ് വേണ്ടത്. 3 അല്ലെങ്കിൽ പിന്നെ 4, 4 പോരെങ്കിൽ 6, 6 പോരെങ്കിൽ 8, അതിനനുസരിച്ച് കൊണ്ട് അങ്ങനെ പോവുക. അപ്പൊ ഇങ്ങനെയൊക്കെ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാഷിയത്തുൽ ജർഹസി 546. നാലാളുകൾ ചേർന്നുകൊണ്ടുള്ള ചുമക്കൽ അത് അഫ്ദലാണെന്ന് പറഞ്ഞത് ചുമക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം അതാണ്, മയ്യത്തിന് കൂടുതൽ സുരക്ഷിതത്വവും അതാണ് എന്നുള്ള നിലക്കാണ്. ഈ 4 പേർ ചേർന്ന് ചുമക്കലാണ് അഫ്ദല് എന്ന് പറയുന്നവർ അങ്ങനെ പറയുന്നതിന്റെ കാരണം ആ നിലക്കാണ്. മാത്രമല്ല അങ്ങനെ ഉജൂബാണ്, 4 പേർ ചേർന്ന് ചുമക്കൽ ഉജൂബാണെന്നൊരു വീക്ഷണം തന്നെ ഉണ്ട് പണ്ഡിതന്മാർക്ക്. ഏറ്റവും നല്ലത് വൽ അഫ്ളു അൽ ജംഉ ബൈനഹുമ, 2 രൂപത്തിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞ ബിഅൻ തുഹ്മല താറത്തൻ ബിൽ കൈഫിയത്തിൽ ഊല. ചിലപ്പോ ഈ 3 ആള് ചേർന്നുകൊണ്ടുള്ളതായ രൂപത്തിൽ ചുമക്കുക. അപ്പൊ താറത്തൻ ബിൽ കൈഫിയത്തിൽ സ്ഥാനത്ത് ചിലപ്പോ 4 പേർ ചേർന്നുകൊണ്ടുള്ളതായ ആ തർബീഹിന്റെ രൂപത്തിൽ ചുമക്കുക.
അതാണ് ഏറ്റവും നല്ലത്. ഒരു മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ രണ്ട് രീതിയും അവലംബിച്ചുകൊണ്ട് ചെയ്യാം. ഖുറൂജ മിനൽ ഖിലാഫി ഫി അയ്യിഹിമ അഫ്ളൽ, ഏത് രൂപത്തിലാണ് അഫ്ളല്, ഏത് രൂപമാണ് അഫ്ളല് എന്നതിൽ ഖിലാഫ് ഉണ്ടല്ലോ. അപ്പൊ ആ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി അതാണ് നല്ലത്. ഇനി ഹാഷിയത്തുൽ ജർഹസി, അവിടെ 4 ആള് ചുമന്നാൽ പോരാ, അവരെ കൊണ്ട് കഴിയാതെ വന്നാൽ 6, പിന്നെ 8, പിന്നെ അങ്ങനെ അതിനനുസരിച്ച് ഇരട്ടകളായിട്ട് പിന്നെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞു. എന്നാൽ ഷർവാനി 2,129, ഫത്ഹുൽ അലാം 3,195, ബുശ്റൽ കരീം 2,398 ഇവയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒറ്റകളായിട്ട് ചുമക്കുക എന്നുള്ളതാണ്. യാതൊരു അശക്തതയും ഇല്ലാത്തപ്പോൾ 3 പേർ, 3 പേരെ കൊണ്ട് കഴിയാതെ വന്നാൽ 5 പേര്, 5 പേരെ കൊണ്ട് കഴിയാതെ വന്നാൽ 7 പേർ, 7 പേരെ കൊണ്ട് കഴിയാതെ വന്നാൽ പിന്നെ അതിനനുസരിച്ച് കൊണ്ട് ബി ഹസ്ബിൽ ഹാജത്തി ഔ അക്തറ ബി ഹസ്ബിൽ ഹാജത്തി, ആവശ്യത്തിനനുസരിച്ച് കൊണ്ട്. അപ്പോ ഒറ്റകളായിട്ടാണ് ഇവിടെ എണ്ണം പറയുന്നത്. നിഹായ മുഗനിയിൽ നിന്ന് നക്കലായി ഈ ഷർവാനിയിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഒറ്റകളായി ചുമക്കലായിരിക്കും ഈ പറഞ്ഞത്. 2 രൂപത്തിൽ നമ്മുടെ ഷാഫി അയിമത്ത് തന്നെ പറയുമ്പോഴും ഇരട്ടകളായിട്ട് അതല്ലെങ്കിൽ ഒറ്റകളായിട്ട് എന്നുള്ള 2 നിലക്ക് പറയുമ്പോഴും ഹാഷിയത്തുൽ ജർഹസിയിൽ ഇരട്ടകളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അവിടെയും ഈ ഷർവാനിയിൽ ഉദ്ധരിച്ചതുപോലെ ഒറ്റകളായിട്ട് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോ ഈ ഒറ്റകളായിട്ടുള്ള ആ എണ്ണത്തിൽ ചുമക്കലായിരിക്കും പ്രബലമായ വീക്ഷണം എന്ന് മനസ്സിലാവുന്നു. വല്ലാഹു അഅലം ബിസ്സവാബ്. ഇനി വമ്മാമാ യഫ്അലുഹു കസീറുൻ മിനൽ ഇഖ്തിസാരി അലാ ഇത്നൈനി ഔ വാഹിദിൻ, 2 ആള് അതല്ലെങ്കിൽ ഒരാള് മേൽ ചുരുക്കി പിന്നെ 2 ആളോ ഒരാളൊക്കെ ചുമക്കുക, ആ രീതിയിൽ ധാരാളം ചെയ്തു വരുന്നുണ്ട്. ഇപ്പൊ മക്റൂൻ, അത് കറാഹത്താണ്, ചെയ്യരുത്. ഇല്ലാ ഫി ത്ഫിലില്ലദി ജറത്തിൽ ആദത്തു ബി ഹംലിഹി അലൽ ഐദി, ചെറിയ കുട്ടി, ആ കുട്ടിയെ ചുമക്കൽ, കൈകളുടെ മേൽ ചുമന്നു കൊണ്ടുപോകൽ പതിവുള്ള അങ്ങനത്തെ കുട്ടികളിൽ ഒഴികെ. അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ അത് പറ്റും. നേരെ മറിച്ച് ഒരാളോ 2 ആളോ ചുമന്നാലും മതി. വലിയവരാകുമ്പോൾ അത് പോരാതെ കറാഹത്താണ്, സാധിച്ചാൽ പോലും കറാഹത്താണ്. ഷർവാനി അതുപോലെ തന്നെ ഫത്ഹുൽ ബുശ്റൽ കരീമിലൊക്കെ ഇക്കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മയ്യത്തിനെ വേഗത്തിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്. വയുസ്റഉ ബിഹാ നദ്ബൻ, ഈ ജനാസ കൊണ്ട് ഉളരപ്പെടണം, അത് സുന്നത്താണ്. ലിസിഹത്തിൽ അംരി ബിഹി, അങ്ങനെ ഉളരൽ കൊണ്ട് കൽപ്പന സഹിഹായി വന്നിട്ടുണ്ട്. ഉളരുക എന്ന് പറഞ്ഞാൽ യകൂന ഫൗഖൽ മസ്ജിൽ മുഅ്താദ്, സാധാരണ നടത്തത്തിനേക്കാൾ മേലെയാവുക. എന്നാൽ ദൂനൽ ഖബബ്, ഖബബ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്റാഉ ശദീദൂന, ശക്തമായ ഉളരൽ. ഖബബ് എന്ന് പറഞ്ഞാൽ നൗഉൻ മിനൽ അദ്വീന, ചാടുക അതല്ലെങ്കിൽ ഓടുക, തുള്ളുക എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള ഒരു ഇനമാണ് ഖബബ്. ഖബബിന് തുള്ളി നടക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ അങ്ങനെ വളരെ ശക്തമായ വേഗത്തിൽ ആവരുത്, സാധാരണ നടത്തത്തിന്റെ മേലെ ആവുകയും ചെയ്യാം. അതാണ് ഇവിടെ ഇസ്റാ കൊണ്ട് ഉദ്ദേശം.
ഇല്ലം യുഖഫ് തഗയ്യുറുഹു ബിൽ ഇസ്രാഇൽ, വേഗത്തിൽ കൊണ്ടുപോകൽ കൊണ്ട് മയ്യത്ത് പകർച്ചയാവുമെന്ന് പേടില്ലാത്തപ്പോഴാണ് വേഗം കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. മയ്യത്ത് വേഗത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രശ്നം കാരണം പകർച്ച വരുമെന്നുണ്ടെങ്കിൽ വൈല്ലാത്ത അന്നാബിഹി, അങ്ങനെ തതയ്യാവുമെന്ന് ഭയമൊന്നുമില്ലെങ്കിൽ സാവധാനം. വേഗത്തിൽ കൊണ്ടുപോകുമ്പോൾ തതയ്യാവുമെന്ന് ഭയമുണ്ടെങ്കിൽ അപ്പൊ സാവധാനം കൊണ്ടുപോകണം. വലോ ഖാഫ തതയ്യുറ ഇല്ലം യുഖബ്ബബ്, ഇനി വളരെ വേഗത്തിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ തതയ്യുറു വരുമെന്നൊരു പേടി. സാവധാനം എന്ന് പറഞ്ഞാൽ സാധാരണ വേഗത്തിൽ പോയാൽ തന്നെ മയ്യത്തിന് തതയ്യുറു വരും. അത് നടത്തത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല, സ്വാഭാവികമായും മയ്യത്തിനുണ്ടാകാവുന്ന ഒരു തതയ്യുറു. അങ്ങനെ വന്നാൽ ഹുബിബ ഐ സീദ ബിൽ ഇസ്രാഇ, വേഗതയിൽ വർധനവ് വരുത്തണം. ഈ ഹദീദ് ഷൈഖൈനി, പൊതുവെ മയ്യത്ത് വേഗത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ് തെളിവ്. അസ്രിഉ ബിൽ ജനാസ, ജനാസ കൊണ്ട് നിങ്ങൾ ഉളരണം. ഫൈൻതകു സാലിഹത്തൻ, മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹ ഇലൈഹി, അപ്പോ ആ മയ്യത്തിനെ നിങ്ങൾ അവനക്ക് വേഗത്തിൽ ചെല്ലാവുന്ന ഒരു ഖൈറാണ്, ഖൈറിലേക്ക് നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോവുക. വൈന്ദക്കു സിവാദാലിക, ഇനി മയ്യത്ത് സാലിഹല്ലെങ്കിൽ അത് നിങ്ങളുടെ പെരടിയിൽ ഇങ്ങനെ ഒരു നാശം വെച്ച് കൊണ്ടുപോകേണ്ടതില്ലല്ലോ, അത് നിങ്ങൾ വെക്കുക. നിങ്ങളുടെ പെരടിയെ തൊട്ട് നിങ്ങൾ വെക്കുന്ന ഒരു ഷർറാണത്. അപ്പൊ പെരടിയിൽ നിന്ന് വേഗം ഒഴിവാക്കി കളയും. അപ്പോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തുഴഫ ഷെർവാനി സഹിതം 3,130, ഉംദ അൻവാറുസ് മസാലിക് എന്ന അതിന്റെ ഷറഹ് സഹിതം 99, മഹല്ലി കല്ലൂബി സഹിതം 1,330.